ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ന് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ദ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ DC shunt generator driven at rated speed is as follows. ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് OCCക്ക് വേണ്ട റീഡിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ്പെരിമെൻ്റൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ ഫീൽഡ് കറണ്ടിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫീൽഡ് ആംബിയേഴ്സ് എന്ന് പറഞ്ഞാൽ IF ആണ്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 ആണ്. This is IF, this is E0, E0 and IF. അപ്പോൾ അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഒരു 7 റീഡിങ്സ് ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, if resistance of field circuit is adjusted to 53 ohm, calculate the OCC voltage and load current when the terminal voltage is 100 volt. Neglect armature reaction and assume an armature resistance of 0.1 ohm. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്കത് ഗ്രാഫ് ആവശ്യമാണ്. നമുക്കിപ്പോൾ ആദ്യം ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ OCC പ്ലോട്ട് ചെയ്യാൻ പോവാണ്. OCC പ്ലോട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ടേബിളിൽ നിന്നുള്ള ക്വാണ്ടിറ്റീസ് എടുക്കാം. സോ നമ്മളപ്പോൾ ഇവിടെ ഒരു ആക്സിസ് വരയ്ക്കാം. ഇവിടെ നമുക്ക് ഫീൽഡ് കറൻറ്റും എക്സൈറ്റേഷനും വോൾട്ടേജ് ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. OCC പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ 2 ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വോൾട്ടേജ് മാർക്ക് ചെയ്യാം E0, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫീൽഡ് കറണ്ട് IF. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കിയിട്ട് പ്ലോട്ട് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് 0.5 ആണ്. 0.5 ഫീൽഡ് കറൻറ്റിന് 0.5 ഫീൽഡ് കറൻറ്റ് നമുക്കിവിടെ ആക്സിസ് മാർക്ക് ചെയ്യണം. ആക്സിസ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ 1 3.5 വരെയാണുള്ളത്. അപ്പോൾ 1 2 3 4 മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയൊക്കെ എടുക്കാം. ഇനി Y ആക്സിസിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, അപ്പോൾ അവിടെ നമുക്കൊരു 20 ഡിവിഷനിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 20 40 60 80 100 120 140 160 180 ഈ റേഞ്ചിലെടുക്കാം. ഗ്രാഫ് ഇത്രയും ഇവിടെ ഉണ്ടാവും. നമുക്കിനി 0.5, അപ്പോൾ ഇത് 0.5 ആണ്. 0.5ൽ 60 ഇവിടെ വരും. 120 1ൽ നമുക്ക് 120 ഉണ്ട്. ഇനി 1.5, ഇത് 1.5, ഇവിടെ 2.5 3.5 മാർക്ക് ചെയ്യാം. 1.5ൽ 138, അപ്പോൾ 138 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഈ പോയിൻ്റ് ആയിട്ട് വരും. 140 ഇതിന് മുമ്പുള്ളൊരു പോയിൻ്റ് 138. ഇനി 2ൽ 145 ഏകദേശം ഇവിടെ വരും. 2.5ൽ 149 ഏകദേശം 150യുടെ ഇടയിലായിട്ട് വരും. 2ൽ 145 പോയിൻറ്റ്സ് ചെറുതായിട്ടാണ് 138 2.5ൽ 3ൽ 151, അത് ഏകദേശം അടുത്ത് തന്നെ 3
3.5 152 അത് കുറച്ച് അടുത്ത് തന്നെ. ഇവിടെ ഇതുപോലെ പോയിൻറ്റ്സ് ലൈൻ തെറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വൈറ്റ്നർ യൂസ് ചെയ്ത് മാറ്റാം. ഇവിടെ 4 പോയിൻറ്റ്സ്. ഇനി നമുക്കിത് ഫ്രീ ഹാൻഡ് കൊണ്ട് ഫ്രീ ഹാൻഡിൽ വരയ്ക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുമ്പോൾ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 60 വരയ്ക്കാം. 6 പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് ഇങ്ങനെ കർവായിട്ട് വരയ്ക്കാം. ഈ പോയിൻറ്റ് തമ്മിൽ കണക്റ്റ്. ഇത് നമ്മുടെ OCC കിട്ടി. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഇവിടെ കോൺസ്റ്റൻ്റ് ആവുന്നൊരു കാഴ്ച കാണാം. ഇത് OCC. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തു. പിന്നെ ഓരോ പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കും. പോയിൻറ്റ്സ് ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ 1 1.5 2 2.5. നമുക്ക് റേഞ്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് കിട്ടും. റേഞ്ച് കുറവാണ് എടുത്തത്. അത് 10, 20, 30 വെച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിരിക്കും ഗ്രാഫ്. ഇവിടെ നമുക്ക് 152 ഇത് 151 ഇതിൻ്റെ ഇടയ്ക്കാണ് വരിക. പിന്നെ ഇവിടെ ഒരു 149 149 145 ഇവിടെ 145 കഴിഞ്ഞ് 138 120 പിന്നെ 60 ആണ് പോയിൻറ്റ്സ് കിട്ടിയത്. ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് ഇവിടെ നിന്ന് എഴുതാൻ വേണമെങ്കിൽ 152 151 149 145 പിന്നെ 138 120 60 ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഷണ്ട് ഫീൽഡ് ലൈൻ വരയ്ക്കണം. ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ ലൈൻ വരയ്ക്കണം. ആ ലൈൻ വരയ്ക്കാനായിട്ട് നമുക്ക് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത് 53 ഓം ആണ്. 53 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53 ഓം ഇതിലേത് റെസിസ്റ്റൻസ് ചെയ്യുമ്പോഴാണ് 53 ഓം കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇനി ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത് RSH is equal to 53 ഓം എന്നാണ്. അപ്പോൾ 53 ഓം നമുക്ക് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇതിൽ നിന്നൊരു ഫീൽഡ് കറണ്ട് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇഫ് നമ്മൾ എടുത്തത് E0/IF ഈക്വൽ ടു RSH, ആ സ്ലോപ്പാണല്ലോ RSH വരിക. അപ്പോൾ ഇവിടെ നമ്മൾ E0 കിട്ടാൻ വേണ്ടി നമുക്കൊരു 53 ഇൻറ്റു ഒരു 3 2.5 ഒക്കെ എടുക്കാം. അപ്പോൾ അത് 3 എടുക്കുകയാണെങ്കിൽ ഇതൊരു 159 എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗർ കിട്ടും.
നമുക്ക് തൽക്കാലം 159 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ 159 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. ഇവിടെ 159 വോൾട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിന് മാർക്ക് ചെയ്യാം. ഇനി ഈ പോയിന്റിലേക്ക് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ 0യിൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കും. 0യിൽ നിന്ന് ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് RSH is equal to 53 Ohm ഇവിടെ എഴുതാം. അപ്പോൾ അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ കർവ് ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ്ലി നമുക്ക് എടുക്കണം. ഗ്രാഫുമായിട്ട് മീറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് നമുക്ക് നോക്കാം. കറണ്ട് ഈ പോയിന്റിലാണ് വരുന്നത്. ഇത് ഒരു ഗ്രാഫുമായിട്ടുള്ള മീറ്റിംഗ് പോയിന്റ്, നമ്മുടെ OCC ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ഈ പോയിന്റ്. അതിവിടെ നമുക്ക് കറസ്പോണ്ടിങ്ലി നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണെന്നറിയോ? 2. അത് ഏകദേശം 151 വരും. 151. അപ്പോൾ അത് നമുക്കിന്നെ പോയിന്റ് AB എന്ന് മാർക്ക് ചെയ്യാം. AB പോയിന്റ് AB ഗ്രാഫായിട്ട് മീറ്റ് ചെയ്ത പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 2.5 2.678 8.5. അപ്പോൾ RSH is equal to E0/IF. ഇവിടെ നമുക്ക് കിട്ടിയ IFൻ്റെ വാല്യൂ 2.8 വോൾട്ട്, 2.85 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ അതാണെങ്കിൽ E0 151 എന്ന് കിട്ടി. E0 equal to 151 വോൾട്ട്. അതിൽ നിന്ന് RSH കണ്ടുപിടിക്കണം. അപ്പോൾ RSH കണ്ടുപിടിക്കാൻ 151/2.85. അപ്പോൾ അവിടുത്തെ വാല്യൂ ഓഫ് RSH കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2.85 എന്നാണ് ഫീൽഡ് കറണ്ട് കിട്ടിയത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വോൾട്ടേജ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 150 വോൾട്ട് എന്നാണ് കിട്ടുന്നത്. 150 വോൾട്ട്. ഇവിടെ നമുക്ക് 150 വോൾട്ട് എന്ന ഫീൽഡ് കറൻറ്റും 2.85 എന്നും E0 150 എന്ന് എഴുതാം. അപ്പോൾ 150/2.85 ആണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഫീൽഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, കാൽക്കുലേറ്റ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ലോഡ് കറന്റ് വെൻ ദ ടെർമിനൽ വോൾട്ടേജ് ഇസ് 100 വോൾട്ട്. ടെർമിനൽ വോൾട്ടേജ് 100 വോൾട്ട് ആകുമ്പോൾ നമ്മുടെ എന്താണ് ലോഡ് കറൻറ്റും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും OCC അത് E0. അപ്പോൾ ലോഡ് കറൻറ്റും OCCയും കണ്ടുപിടിക്കണം. നെഗ്ലക്റ്റ് ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് അസ്യൂം ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് 0.1 Ohm എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലോട്ട് OCC, സെക്കൻഡ് വരുന്നത് ഡ്രോ RSH, അസ്യൂം 3 ആംപിയർ ആസ് IF. എന്ത് ചെയ്തു? തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫോർ 100 വോൾട്ട് terminal voltage find open circuit voltage. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ആൻഡ് ഫീൽഡ് ലോഡ് കറൻറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോഡ് കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് V equal to 100 ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഷണ്ട് ഫീൽഡ് കറൻറ്റും
ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് എത്രയാണ്? വി ബൈ ആർ എസ് എച്ച്. വി എത്രയാണെന്നുള്ളത് 100, വി വാല്യൂ ബൈ ആർ എസ് എച്ച് 53. നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 1.89 ആംബിയർ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ 1.89 ആംബിയർ നമ്മൾ ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഗ്രാഫിൽ 1.89 കിട്ടണമെങ്കിൽ 1.5 കഴിഞ്ഞ് 1.6 7 8. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.89 എന്ന് പറഞ്ഞാൽ ഒരു 1.9 എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1.89 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ 1.89 ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയ വാല്യൂ. അപ്പോൾ നമ്മൾ 1.9 എടുക്കാം, കാരണം 1.9 ആണ് 1.89ൻ്റെ നിയറസ്റ്റ് വാല്യൂ. ഇവിടെ കറസ്പോണ്ടിങ്ങിൽ ഒരു ലൈൻ വരയ്ക്കാം. ഒരു ലൈനിന് ഈ ഗ്രാഫിൽ മുട്ടുന്ന വാല്യൂ ഇവിടെ 140, 42, 144 അടുത്ത് കിട്ടും. ഒരു 144. ഇത് നമുക്കിതിന് 144 എഴുതാം. ഇത് ഇവിടെ എഴുതാം. IFഉം E0 കറസ്പോണ്ടിംഗ്ലി 1.89, 144 അത് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സൈറ്റിംഗ് കറണ്ട് ആയിരുന്നു, അത് E0 അത് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? അടുത്തത് നെഗ്ലക്റ്റ് ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് അസ്യൂം ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് 0.1. അപ്പോൾ ലോഡ് കറണ്ട് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ ഫീൽഡ് കറണ്ട് അല്ലേ കിട്ടുള്ളൂ. ഇനി ലോഡ് കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആർമേച്ചർ കറണ്ടും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈക്വേഷൻ എഴുതാം. E is equal to V plus IA RA. V plus IA RA. ഇതിന് IA RA is equal to, ഇത് E0 എന്ന് കൊടുക്കാം നമ്മളിപ്പോൾ എടുത്തത്. IA RA is equal to E0 minus V equal to 144ഉം ഇത് 100ഉം. RA നമുക്ക് തന്നിട്ടുണ്ട് 0.1 തന്നിട്ടുണ്ട്. IA ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. IA is equal to 44, ഇത് equal to 44 എന്ന് കിട്ടുമല്ലോ. 44 by 0.1 which is equal to 440 ആംബിയർ. ഫീൽഡ് കറണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. IF is equal to 1.89 ആംബിയർ, IA equal to 440 ആംബിയർ, IL is equal to നമുക്ക് എന്ത് എഴുതാം? IA minus IF which is equal to 440 minus 1.89 ആംബിയർ is equal to ഏകദേശം 438.11 ആംബിയർ എന്ന് കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ IL ലോഡ് കറണ്ട് കിട്ടി at 100 volt. Question number 2. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. OCC ഓഫ് ഗിവൺ ഷണ്ട് ജനറേറ്റർ ഡ്രിവൺ അറ്റ് 1200 RPM ഇസ് ആസ് ഷോൺ ബിലോ. അപ്പോൾ ഇതിൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ്. 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് സർക്യൂട്ട് ഇസ് അഡ്ജസ്റ്റഡ് ടു 50 ohm, കാൽക്കുലേറ്റ് OC voltage, open circuit voltage, and load current when the terminal voltage is 100 volt. Neglect armature reaction and assume an armature resistance of 0.12 ohm. B. If the machine is run as shunt generator at 1200 RPM, to what voltage will it excite with shunt field resistance equal to 75 ohm? ഇനി
Part C. What is the critical value of the shunt field resistance? Part D. What is the critical speed when the shunt field resistance is 75 ohm? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗിവൺ ഈ ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു OCC പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു OCCക്ക് വേണ്ടിയിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ OCC ആണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇനി നമുക്കതിൻ്റെ റീഡിങ്സ് തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്കിവിടെ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, OCC പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് 6 വാല്യൂസിനും 7 വാല്യൂസിനും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ RSHൻ്റെ ലൈൻ വരയ്ക്കണം. അപ്പോൾ RSHനെ നമുക്ക് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് RSH നമുക്ക് ഇവിടെ, if the resistance of the field circuit is adjusted to 50 ohm, calculated open circuit voltage and load current when the terminal voltage is 100 volt, neglect armature reaction. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെ നമുക്കപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് 50 ohm അല്ലേ പറഞ്ഞത്. അപ്പോൾ 50 ohm കിട്ടണമെങ്കിൽ നമുക്ക് 200 എന്ന് പറയുന്നൊരു വാല്യൂ എടുത്താൽ മതി അല്ലേ. 2ഉം 100ഉം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 2ഉം 100ലും ഒരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ RSH പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RSH ഇവിടെ ഇടാം. RSH is equal to 50 ohm. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഗ്രാഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റ്, നമ്മുടെ ഗ്രാഫിൽ ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 151 ആണ്. 151ലാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. 151ലും 3 ഇതിപ്പോൾ 3.3ഉം 3.5 ആണ്. ഇത് ലൈൻ വരാൻ പോകുന്നത് ഇവിടെയാണ്. ഈ ലൈനിന് കറസ്പോണ്ടിങ് ആണ്. ഈ ലൈനിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ 3യിലാണ്. അപ്പോൾ 3യുടെ തൊട്ടപ്പുറത്തെ ലൈനാണ്. അപ്പോൾ ഇത് 3ന്ന് 3.5 ആണ്. അപ്പോൾ ഇത് ഡിവിഷൻസ് കൂടുതലുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 3.0, 3.5 ആണെങ്കിൽ ഇത് 3.25 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് 3.12. അപ്പോൾ ഇത് അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഈ പോയിന്റിനെ 3ന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി നമുക്കതിനെ 3ന്ന് തന്നെ നമുക്ക് വിളിക്കാം. RSH പ്ലോട്ട് ചെയ്തു. ഇത് ചെയ്തത് 50 = 100/2 എന്ന് പറയുന്ന ഒരു കണക്കിലാണ് ചെയ്തത്. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടത് അത് OCCനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ വിത്ത് RSH ലൈൻ എടുക്കണം. അപ്പോൾ നമുക്കത് കിട്ടിയത് OCCയിൽ കിട്ടിയ വാല്യൂ 151 വോൾട്ട് എന്നാണ് കിട്ടിയത്. അപ്പോൾ 151 വോൾട്ട് കിട്ടി. നമുക്ക് EG = 151 വോൾട്ട് എന്ന് വിളിക്കണം. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് IA കണ്ടുപിടിക്കണം അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IF is 3 ആംപിയർ അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിൽ EG = V + IA RA. അപ്പോൾ ഇതിൽ നമുക്ക് IA RA is equal to EG - V. അപ്പോൾ IA എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ളത് 6.12 ohm എന്ന് തന്നിട്ടുണ്ട്. EG 151 മൈനസ് V എത്ര തന്നിട്ടുള്ളത് 100 51. അപ്പോൾ IA = 51.012. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് IA = 425 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു IF കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, അതിവിടെ എടുത്ത് എഴുതാം. പിന്നെ IA നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇനി IL = IF - IF, IA - IF = 425 - 3 422 ആംപിയർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ ലോഡ് കറൻറ്റ് 422 ആംപിയർ.